ഹലോ എവ്രി വൺ, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പറയാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ജോബ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിടെക് എൻട്രി സ്കീം, കാഡറ്റ് എൻട്രി സ്കീം വഴിയാണ് ഈ ഒരു ജോബ് കിട്ടുന്നത്. നമ്മുടെ നേവിയിലാണ് കിട്ടുന്നത് കേട്ടോ. നേവിയിൽ 10+2 കഴിഞ്ഞവർക്കായിട്ട് ബിടെക് കോഴ്സ് പ്ലസ് എന്താണ് നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് അവിടെ പോസ്റ്റിംഗ് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ജോബ് റിക്രൂട്ട്മെന്റ്. ജോബ് റിക്രൂട്ട്മെന്റ് എന്ന് കംപ്ലീറ്റ്ലി നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന നേവി റിക്രൂട്ട്മെന്റ് ആയിട്ട് തന്നെയാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതായത് ബിടെക് കോഴ്സിലേക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ എൻട്രി ആണ്, പക്ഷെ അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ പെർമനന്റ് പോസ്റ്റിങ്ങും അലോട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ പോകുന്നത്. സ്കീം എന്താണ്, അൺമാരീഡ് ആയിട്ടുള്ള മെയിൽസും ഫീമെയിൽസിനും വേണ്ടിയിട്ടാണ് ഈ ഓപ്പർച്യൂണിറ്റി അവർ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ നേവൽ അക്കാഡമി നമ്മുടെ ഏഴിമല നമ്മളെ കേരളയിൽ തന്നെ വരുന്ന ഏഴിമലയിൽ വരുന്ന ആ നേവൽ അക്കാഡമിയിലേക്കുള്ള ജോയിനിങ് എൻട്രി ആണ് ഇതെന്ന് പറയുന്നത്. ഈ ഒരു റിക്രൂട്ട്മെന്റ് പറയുന്നത് പെർമനന്റ് ആയിട്ട് കമ്മീഷൻഡ് ഓഫീസേഴ്സ്, നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് കമ്മീഷൻഡ് ഓഫീസേഴ്സ് ആവാനുള്ള ഒരു ചാൻസ് ആണ് അവർ തുറന്നു തരുന്നത്. എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചസിലേക്കാണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്, റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുള്ളത്. ഇതെന്താണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയത്, 10+2 കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള 10+2 കഴിഞ്ഞിട്ട് നിങ്ങൾ JEE എന്ന് പറയുന്ന എഞ്ചിനീയറിംഗിന്റെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് JEEയിൽ മെയിൻസ് അറ്റംപ്റ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബിടെക് കാഡറ്റ് എൻട്രി സ്കീം കിട്ടും. ആ ഒരു രീതിക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ബിടെക് ആരുടെ ചെലവിൽ പഠിക്കാം, ഇന്ത്യൻ നേവൽ അക്കാഡമിയുടെ കീഴിൽ സെൻട്രൽ ഗവൺമെന്റ് ബേസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാന്നുള്ളൊരു കാര്യമാണ്. ബിടെക് കോഴ്സ് അവർ അണ്ടർഗോയിങ് 4 ഇയർ ബിടെക് കോഴ്സ് അറ്റ് ദ അക്കാഡമിയിൽ തന്നെ നിങ്ങൾക്ക് 4 ഇയർ ബിടെക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പ്ലസ് എന്ത് ചെയ്തു, ആ ഒരു ഇതിന് ശേഷം നിങ്ങൾക്ക് എന്ത് കിട്ടും, അവിടെ തന്നെ പോസ്റ്റിങ്ങും കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. ബ്രാഞ്ച് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ച് ആണ്. വാക്കൻസി വരുന്നത് 36 വാക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. മെൻ ആൻഡ് വിമണിനെയാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അൺമാരീഡ് ആയിട്ടുള്ള മെൻ ആൻഡ് വിമൺ. മാക്സിമം 7 വാക്കൻസീസ് ആണ് വിമണിന് അലൗട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. മാക്സിമം 7 വാക്കൻസീസ് ആർക്ക് കിട്ടുമെന്നാണ് പറയുന്നത്, വിമൺസിന് ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. വിമണിന് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്തെന്താണ്, ഇവന്റ് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ ഡേറ്റ് വിളിച്ചിട്ടുള്ളത് 14 നവംബർ 14 വന്ന നോട്ടിഫിക്കേഷൻ ആണ്. എത്ര വരെ ഉണ്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ്, 6 ഡിസംബർ 6 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി, കാരണം ഇത്ര എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കി നിങ്ങളും അത് പാസ്സായവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്ലൈ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 20 ഡിസംബർ 2024 ലാസ്റ്റ് ഡേറ്റ്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടില്ല കേട്ടോ. അതായത് 14 നവംബറിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത് 6 ഡിസംബറിലാണ് കേട്ടോ. ഡിസംബർ 6 സ്റ്റാർട്ട് ആയിട്ട് ഈ പറയുന്ന 20 ഡിസംബർ വരെയാണ് നിങ്ങൾക്ക് ടൈം ഉള്ളത്. അപ്പൊ ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ, അതായത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡേറ്റ് ഉള്ളത്. ഓൺലൈൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വരുന്നത് ഈ പറയുന്ന 6 ഡിസംബറിനും 20 ഡിസംബറിനും ഇടയ്ക്കാണ് കേട്ടോ. ആ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ SSB, അവരുടെ സെക്യൂരിറ്റി ബോർഡ് എങ്ങനെയാണ് നിങ്ങളെ സെലക്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, കാൻഡിഡേറ്റ്സ് വിൽ ബി ഷോർട്ട് ലിസ്റ്റഡ് ബേസ്ഡ് ഓൺ ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ അവർ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഒരു ഇതിനേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സമ്മതിക്കുള്ളൂ. ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. അത് കഴിഞ്ഞ് എന്തുണ്ട്, SSBയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ്സ് വിൽ അണ്ടർഗോ ദ SSB ഇന്റർവ്യൂ പ്രോസസ്. നിങ്ങളുടെ അവര് കൃത്യമായ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, SSB ഇന്റർവ്യൂ നടത്താറുണ്ട്. അത് കഴിഞ്ഞ് ഒരു മെഡിക്കൽ എക്സാമിനേഷനും കൂടെ നടത്തും. സെലക്ടഡ് കാൻഡിഡേറ്റ്സ് മസ്റ്റ് പാസ് ദ മെഡിക്കൽ എക്സാമിനേഷൻ ടു ക്വാളിഫൈ ഫോർ ദ നേവി 10+2 ബിടെക് കാഡറ്റ് എൻട്രി സ്കീം. അതായത് 3 സെക്ഷനിങ് ആണ് നിങ്ങൾക്ക് വരുന്നത്. എങ്ങനെയാണ് സെലക്ഷൻ വരുന്നത്, നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിനേഷനോ ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടെ എന്താണ് JEE മെയിൻസിന്റെ എക്സാമിനേഷന്റെ ആ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, പ്രിലിംസിന്റെ ഒക്കെ ലിസ്റ്റ് നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് ലിസ്റ്റ് അറിയിക്കും. നിങ്ങളുടെ മാർക്കിന്റെ സ്കോറും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവർ അനലൈസ് ചെയ്ത് അവരൊരു ഷോർട്ട് ലിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സിന് ഷോർട്ട് ലിസ്റ്റ് എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ഷോർട്ട് ലിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സിന് അവർ വിളിച്ച് എന്ത് ചെയ്യും, ഇന്റർവ്യൂ നടത്തും. ഇന്റർവ്യൂ കഴിഞ്ഞ ഉടനെ മെഡിക്കൽ ടെസ്റ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എത്തുകയും 4 വർഷത്തേക്ക് അവിടെ തന്നെ ബിടെക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാം അവരുടെ ചെലവിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു പൈസ പോലും നമ്മുടെ കയ്യിലാവാതെ മെസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവർ ചെലവാക്കുകയാണ് ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ അയക്കാൻ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഫീസ് അവർ ഈടാക്കുന്നില്ല. അങ്ങനെ ഒരു സ്കീമാണ് വരുന്നത്. അപ്പൊ അതിന്റെ എഡ്യൂക്കേഷണൽ ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്ക് നോക്കാം. ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, ബേസ്ഡ് ഓൺ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 12th പാസ് കാൻഡിഡേറ്റ്സ് 10+2 പാസ്സായവരായിരിക്കണം. പക്ഷെ അതിൽ എന്താണ്, അറ്റ്ലീസ്റ്റ് 70% മാർക്ക്. ഓക്കെ, 70% മാർക്കാണ് കേട്ടോ. 70% മാർക്സ് ഇൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ്, PCM സബ്ജക്റ്റിൽ
PCM സബ്ജക്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം 70% മാർക്സ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. 70% മാർക്ക് നിങ്ങളുടെ +2 ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ ഉണ്ടായിരിക്കണം. ആൻഡ് അറ്റ്ലീസ്റ്റ് 50% മാർക്സ് ഇൻ ഇംഗ്ലീഷിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. 10ഉം +2 നോക്കുകയാണെങ്കിൽ ഒന്നീ 10ലോ അല്ലെങ്കിൽ +2ലോ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം ഇംഗ്ലീഷിന് 50% മാർക്കും +2 പാസ് കാൻഡിഡേറ്റ്സിന് 70% മാർക്ക് ഫിസിക്സിന് കെമിസ്ട്രിക്ക് മാത്സിന് ഉണ്ടായിരിക്കണം. അതായത് അത്യാവശ്യം നല്ല ലെവൽഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമാണ് അവർ എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്കീമിലേക്ക് എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. കാരണം കമ്മീഷന്റെ പോസ്റ്റിലേക്കാണ് അവർ തിരഞ്ഞെടുക്കുന്നത് എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എലോങ് വിത്ത് എന്താണ് വാലിഡ് JEE എന്ന് പറയുന്ന മെയിൻ എക്സാമിനേഷന്റെ സ്കോർ കാർഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 2024 നിങ്ങൾ എന്ത് ചെയ്യുക JEE മെയിൻ എക്സാം സ്കോർ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് നിങ്ങൾ മുന്നേ എഴുതിയതായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം സബ്മിറ്റ് ചെയ്യാന്നുള്ള കാര്യമാണ്. കാൻഡിഡേറ്റ്സ് മസ്റ്റ് മീറ്റ് ബോത്ത് ദീസ് ക്രൈറ്റീരിയ ടു ബി കേപ്പബിൾ ഓഫ് അപ്പിയറിംഗ് ഫോർ ദിസ് ബിടെക് പ്രോഗ്രാം ഇൻ ദ നേവിയിൽ ബിടെക് പഠിക്കാനുള്ള ഈ ഒരു എൻട്രി സ്കീമിലേക്ക് നിങ്ങൾ സെലക്ട് ആവണമെങ്കിൽ ഈ 2 പൊസിഷനിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾ 12th പാസ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സിലേക്ക് 70% മാർക്കും ഉണ്ടായിരിക്കണം. അതുപോലെ 50% മാർക്ക് ഇംഗ്ലീഷിലുണ്ടായിരിക്കണം. എലോങ് വിത്ത് JEE പ്രിലിംസ് ജയിച്ചിട്ട് JEE മെയിൻസ് നിങ്ങൾ എന്ത് ചെയ്യുക അറ്റംപ്റ്റ് ചെയ്തവരായിരിക്കണം. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ ഏജ് ലിമിറ്റ് ആണെങ്കിൽ എത്ര ജനുവരി 2 ജനുവരി 2006 അതുപോലെ 1 ജൂലൈ 2008 ഇടയ്ക്ക് ജനിച്ചവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. 2 ജനുവരി 2006 1 ജൂലൈ 2008 ഇടയ്ക്ക് ജനിച്ചവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഡേറ്റ്സും ശ്രദ്ധിക്കുക. എത്ര വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യുന്നത് 6നും 2006നും 2008 ഇടയ്ക്കുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയാനുള്ളത്. ഇതിന് പ്രത്യേക ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും ആവുന്നില്ല. നിങ്ങൾക്ക് ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാവും കേട്ടോ. ഹിന്ദുസ്ഥാൻ നമ്മുടെ നേവി +2 കേഡറ്റ് എൻട്രി സ്കീമാണ്. അപ്പൊ അതെന്താണ് നമ്മുടെ നേവി +2 എൻട്രി സ്കീമായിട്ട് തന്നെ ഇതിന്റെ PDF നമ്മൾ എന്ത് ചെയ്യാം താഴെ നമുക്ക് അവൈലബിൾ ആക്കിയിരിക്കാം. അപ്പൊ അതിൽ കയറി കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അതിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത് December 6 അപ്പൊ അന്ന് തന്നെ നിങ്ങൾ JEE ഒക്കെ കംപ്ലീറ്റ് ആയവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വായിച്ച് എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്